നമസ്കാരം. എല്ലാ ദിവസവും ഞാനല്ലേ ഇവിടുത്തെ ഭരണത്തെക്കുറിച്ചും ഭരണക്കാരെക്കുറിച്ചും ഒക്കെ അഭിപ്രായം പറയുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് അറിയണമല്ലോ. ഇലക്ഷനൊക്കെ പ്രഖ്യാപിച്ച ഡേറ്റൊക്കെ. അപ്പോൾ ഇനി ആര് വരും? ഇപ്പം നിങ്ങളുടെ ദാരിദ്ര്യമൊക്കെ തീർന്നിരിക്കുകയാണോ? ജീവിതമൊക്കെ സുഖമാണോ? നല്ല പാർട്ടി ഭരിച്ചാലേ നമ്മളെപ്പോലുള്ള ഈ പാവങ്ങൾക്ക് നമുക്ക് ജീവിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മളെപ്പോലുള്ള പാവങ്ങളാണ് കഷ്ടത്തിലാവുന്നത്. കഷ്ടം എന്ന് പറഞ്ഞാൽ തീ ഉണ്ട വെയിലത്ത് നമ്മളിതാ കിടന്ന് മരിക്കുന്നത്. പക്ഷെ ദാരിദ്ര്യം എല്ലാം തീർന്നെന്നാ പറഞ്ഞ്. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലെന്നാ പറയുന്നത്. നിങ്ങളുടെ ബുദ്ധിമുട്ട് ഇതുവരെ മാറിയില്ലേ? നമുക്കുള്ള ബുദ്ധിമുട്ടൊന്നും മാറിയില്ല. നമുക്കങ്ങനെ പോകുന്ന യാത് പറയാൻ നല്ല ആര് ഭരിച്ചാലും നല്ല പാർട്ടി ആയിരിക്കണം ഭരിക്കുന്നത്. ഇപ്പോൾ ഈ ചന്ത തന്നെ ഒരുപാട് പാവങ്ങൾ വയറ് പിഴച്ചുകൊണ്ടിരുന്ന ചന്ത ഇന്ന് ഒരുപാട് കഷ്ടത്തിലാണ് നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഓരോ ദിവസവും കണ്ണിനീരിലാണ് രാവിലെ വന്ന് ഞങ്ങൾ ഇരുന്നിട്ട് തീ കൊണ്ട് ഇതിൽ ഞങ്ങൾ വന്നിട്ട് പോണത്. നമുക്കൊന്നും എടുത്ത് തിന്നാനുള്ളവരല്ല. നമ്മൾ ഈ കഷ്ടപ്പാടിൽ ഇതേപോലെ ചെന്ന് നമ്മൾ കൊണ്ടുവന്ന് അത് നമ്മൾ വയറ് ഉഴയ്ക്കുക നിത്യം നമ്മളെ ഇത് കഴിയിട്ടെന്ന് പറഞ്ഞാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ നമുക്ക് ഇപ്പം അതിനുള്ള ഇതുപോലും ഇല്ല. മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ തന്നെ തുടരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഒരിക്കലും തുടരണ്ട. ഇനി ഒരിക്കലും അത് വരാൻ പാടില്ല. തുടർച്ചയായ ഭരണം വേണ്ടേ വേണ്ട. ഈ ഭരണം നമുക്ക് സഹിക്കാൻ കഴിയണില്ല. സാമ്പത്തികമായ കാര്യങ്ങളിൽ ജനം ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ പറയുന്നതൊന്ന് ചെയ്യുന്നതൊന്ന്. പിന്നെ വീണ്ടും വീണ്ടും പിന്നെ ഈ അധികാരത്തിൽ കൂടുതലിരുന്നാൽ അതൊരു എന്തോന്ന് ഒരു വല്ലാത്തൊരു അതെ എൻ്റെതാണ് എല്ലാം ഞാനാണ് പിടിച്ചത് എന്നുള്ള അഹങ്കാരം നോക്കുമ്പം സമൂഹം ആകെപ്പാടെ അതമ്പതിക്കുന്നു. അതുകൊണ്ട് എന്തായാലും ഒരു ഭരണമാറ്റം നമുക്ക് ആവശ്യമാണ്. ഇനി ആരെങ്കിലും മുഖ്യമന്ത്രിയായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ചേച്ചി വ്യക്തിപരമായിട്ട്? സമൂഹത്തിൽ പ്രയോജനമുള്ള ഒരു വ്യക്തി വരണം. അത് സമൂഹത്തിന് പിന്നെ തീരെ അഹങ്കാരമില്ലാത്ത മറ്റൊന്നുമല്ല, തനിക്കും തൻ്റെ കുടുംബത്തിനും തൻ്റെ കുടുംബത്തിൻ്റെ പിന്നെ അമ്മായിയമ്മയ്ക്കും മരുമോനും ഇങ്ങനെയുള്ള ഒരു ഭരണം വേണ്ട. കാരണം സമൂഹത്തിൽ എല്ലാവരും ജീവിക്കുന്നത് ഈക്വൽ റൈറ്റോടുകൂടിയാണ്. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അർഹിക്കുന്നവർ മുന്നോട്ട് വരണം. ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? ദാരിദ്ര്യമൊക്കെ മാറിയോ? ഇല്ല, ദാരിദ്ര്യമുണ്ട്. ദാരിദ്ര്യമൊക്കെ മാറിയെന്നാണല്ലോ പറയുന്നത്. അപ്പൊ ഈ മുഖ്യമന്ത്രി തന്നെ തുടർന്നാൽ മതിയോ? മതി. ഈ ദാരിദ്ര്യത്തോടെ അങ്ങോട്ട് മുന്നോട്ട് പോയാൽ മതി. പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയായിട്ട് വരണമെന്നാണ് ആഗ്രഹം. മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? അല്ല, വരട്ടെ. പുള്ളി നല്ല കാര്യങ്ങളല്ലേ ചെയ്യുന്നത്. ഒരു മാറ്റവും വേണ്ട. ഭരണം ഇങ്ങനെ തന്നെ പോയാൽ മതി. ഇങ്ങനെ പോയാൽ തൃപ്തനാണ്. ഞാൻ പാർട്ടിയാണ്, അതാണ് ഇങ്ങനെ മുഖ്യമന്ത്രിയായിട്ട് കോൺഗ്രസ് വരണമെന്നാണ് നമ്മുടെ അഭിപ്രായം. എന്ന് വെച്ചാൽ കർഷകൻ്റെ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആനുകൂല്യം ഈ ഗവൺമെൻറ് ഇതുകൊണ്ട് കിട്ടുന്നില്ല. 10 വർഷത്തിന് ഇപ്പുറത്ത് വെച്ച് 10 ലക്ഷം രൂപ വരെ കൃഷിനാശം ഉണ്ടായി. ഇതുവരെയ്ക്കും അതിൻ്റെ ഒരു രൂപ ആനുകൂല്യം കിട്ടിയില്ല. അപ്പോൾ ഇതേപോലെ ഇപ്പം ആളുകൾ കൊടുക്കുന്നുണ്ട്, കുറേ പെൻഷൻ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആ പരിസരത്ത് കുറേ ദിവസം കഴിയുമ്പം എവിടുന്നോ കടം മേടിച്ച് കുറേ പെൻഷൻ കൊടുക്കണം. ഞാൻ പറഞ്ഞൊന്നും എനിക്കൊരു താല്പര്യവുമില്ല. മാറ്റത്തിൻ്റെ ആവശ്യമുണ്ടെന്നാണ് തോന്നുന്നത്. എനിക്കിപ്പോൾ ചിലത് പറയാനുള്ളത്, ഞാനൊരു പ്രവാസിയാണ്. ഒരുപാട് വർഷക്കാലം പൈസ അടച്ചിട്ട് നമുക്ക് പ്രവാസി പെൻഷൻ കിട്ടുന്നുണ്ട്. പക്ഷേ 60 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വാർദ്ധക്യ പെൻഷൻ തരണം. അത് പൈസ അടച്ചിട്ടാണ് പ്രവാസി പെൻഷൻ കിട്ടുന്നത്. ഇപ്പോൾ വാർദ്ധക്യ പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നത് ഇവർ തടഞ്ഞു. അതെനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ കട്ട് ചെയ്യുന്നത്. മറ്റത് പൈസ അടച്ചതാണ്. ഒരുപാട് വർഷക്കാലം ബാങ്കിൽ പൈസ അടച്ചിട്ട് അതിൻ്റെ ഒരു പ്രോഫിറ്റാണ് തരുന്നത് പ്രവാസി പെൻഷൻ. പിന്നെ എന്തിന് ഈ വാർദ്ധക്യ പെൻഷൻ നമുക്ക് അർഹതപ്പെട്ടതല്ലേ? ഇത് തമ്മിൽ എന്താണ് ബന്ധം? നമുക്ക് താല്പര്യമില്ല. കാരണം അത്ര നല്ല ഭരണമാണ് കാണിക്കുന്നത്. കാരണം നമുക്ക് ഒരു ഭരണം ഒരു കുഴപ്പമില്ല. പരിഭരണം മോശമാണ്, വളരെ മോശമാണ്. അതാണ് റോഡ് കിടപ്പണ്ട. പിന്നെ എത്ര എണ്ണം ഈ ഭരണം മാറി വരണം. മാറ്റം കൊണ്ടാണ് ഈ ഭരണം പോരാ. കേസുകളൊന്നും തെളിയുന്നില്ല. CPM കേസുകളൊന്നും തെളിയുന്നില്ല. അവരുടെ പാർട്ടി സഹാക്കളുടെ പേരുടെ കേസെടുക്കുന്നില്ല. മറ്റുള്ളവരുടെ പേരുള്ള കേസുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. പാർട്ടി സഹാക്കളുടെ പേരുടെ കേസുകളൊന്നും തെളിയുന്നില്ല. ഈ ഭരണം മോശമാണ്. ഒരു ഭരണമാറ്റം ആവശ്യമാണ്, ജനങ്ങൾക്ക് ആവശ്യമാണ്. ഇനി ആര് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നത്? ചേട്ടന്റെ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹം? അത് ജനാധിപത്യത്തിൽ ഈ ഭരണം മാറി വരണം. ഭരണമാറ്റം പറയണ്ട തന്നെ. ഇത് മതിയായി? ഇത് മതിയായോ? 2 തവണ ആയല്ല. മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നോ? പിണറായി വരണം തന്നെ നമ്മൾ തീരുമാനിക്കുന്നു. കാരണം കയ്യിരിപ്പ് ശരിയല്ല. കയ്യിരിപ്പ് ശരിയല്ല തന്നെ. തീയതിയൊക്കെ പ്രഖ്യാപിച്ചല്ലോ. അപ്പൊ ഇനി പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയായിട്ട് തുടരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? എന്താണ് പറയുന്നത്? അങ്ങനെയൊന്നുമില്ല. ആരായാലും നല്ല ഭരണം മുമ്പോട്ട് പോവുക. ഇപ്പോഴത്തെ ഭരണത്തിൽ തൃപ്തനാണോ? ബുദ്ധിമുട്ടുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ബുദ്ധിമുട്ട്? മൊത്തത്തിൽ ബുദ്ധിമുട്ടുണ്ട്, ഏത് രീതിയിൽ നോക്കിയാലും.
പക്ഷെ ഇവിടെ അതിദാരിദ്ര്യം ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടോ? ഉണ്ട് ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്, പലയിടത്തും ഉണ്ട്. നമ്മളെ ഏരിയ തന്നെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. വീടില്ലാത്തവരും ആഹാരത്തിന് ബുദ്ധിമുട്ടുന്നവരും ഉണ്ട് ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാത്തിനും കൂട്ടി, കറണ്ട് ബില്ല് കൂട്ടി, വെള്ളക്കരം കൂട്ടി, വസ്തുക്കരം, വീട്ടുകാരം എല്ലാം കൂട്ടി ജനങ്ങളെ നേരിട്ട് ബുദ്ധിമുട്ടിക്കുകയാണ്. തൊഴിലില്ലായ്മ മാത്രമല്ല, PSC ഒരുപാട് കഷ്ടപ്പെട്ട് പഠിക്കുന്നത്. ഇപ്പോൾ 1ാം റാങ്കുകാർ വരെ സമരം നടത്തി, പോലീസുകാർ മുട്ടിലെഴിഞ്ഞുകൊണ്ട് സമരം നടത്തി, വുമൻസ് പോലീസ് സമരം നടത്തി. അപ്പം ഇതെല്ലാവരും പഠിക്കണമെങ്കിലും PSC പഠിക്കുന്നവർക്കല്ല ജോലി കിട്ടുന്നത്. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എന്ന പേര് പറഞ്ഞിട്ട് പാർട്ടിക്കാരെ താൽക്കാലിക ജോലിയാണ് എടുക്കുന്നത്. അത് അവരെ അത്രയും മാത്രം ബാധിക്കുന്നുണ്ട്. അവർക്ക് കിട്ടേണ്ട ജോലിയല്ലേ നഷ്ടപ്പെടുന്നത്. ഞാനൊരു കൗൺസിലറോടെയാണ്. അപ്പോൾ നമുക്ക് മുനിസിപ്പാലിറ്റി പരിധിയിൽ 5 സെൻറ്റിൽ കൂടുതലുള്ളവർക്ക് ലൈഫ് മിഷൻ വന്നവൻ വീട് പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊരു 5.25 ഉള്ളവൻ്റെ വീട് ഇടിഞ്ഞ് വീടാറായാൽ പോലും വീട് കിട്ടില്ല. 5.25 കിട്ടി, 5 6 കിട്ടി. ഇതെല്ലാം ഈ ലൈഫ് പദ്ധതി വന്നപ്പോൾ മുനിസിപ്പാലിറ്റി അവൻ്റെ വീട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഇടിഞ്ഞ് വീടാൻ ഒരുപാട് വീടുകളുണ്ട്. പണ്ടാണെങ്കിൽ ഇതൊക്കെ പറഞ്ഞ് പറ്റിക്കാൻ പറ്റും. ഇന്ന് സോഷ്യൽ മീഡിയ ഇത്രയും പവർ ഉള്ളതുകൊണ്ട് എല്ലാ വ്യവസായം തുടങ്ങണതിനെയും ഇവിടെ നിന്ന് എല്ലാവരും ഓട്ടിക്കുകയാണ്. ഏത് വ്യവസായം, അതിന് പാർട്ടിയോ അങ്ങനെയൊന്നുമില്ല. ആര് വ്യവസായം തുടങ്ങിയാലും എങ്ങനെയൊക്കെ ആളുകളെ ഉപദ്രവിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഉപദ്രവിക്കും. വ്യവസായ സൗഹൃദമൊന്നും അല്ല ഇവിടെ, ഒരിക്കലും വ്യവസായ സൗഹൃദം. ഇതൊക്കെ നമുക്ക് നമ്പർ 1 എന്നൊക്കെ പറയാം എന്നേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ആർക്കും നല്ലൊരു ബിസിനസ് ചെയ്ത് ഇവിടെ ഡെവലപ്പ് ചെയ്ത് വളരാൻ പറ്റത്തില്ല. എങ്ങനെയെങ്കിലും അവരെ ദ്രോഹിക്കും. ഒന്നുകിൽ പാർട്ടിക്ക് ഫണ്ട് കൊടുത്തില്ല, അല്ലെങ്കിൽ പിരിവ് കൊടുത്തില്ല. എങ്ങനെ അവരെല്ലാം ഇവിടെ നിന്ന് വേറെ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ. മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കമ്മ്യൂണിസം അല്ല ഇന്ന്. അന്ന് തൊഴിലാളികൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടവർക്ക് ഉണ്ടായിരുന്ന കമ്മ്യൂണിസം. ഇന്നത് ഒരു നല്ലൊരു കമ്മ്യൂണിസ്റ്റ് ആരും പോലും പറയില്ല ഇന്ന് കമ്മ്യൂണിസ്റ്റ് സർക്കാർ വരണമെന്ന്. ഒരിക്കലും ഇനി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് വരരുതെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പിണറായി അത് ഉറപ്പായിട്ടും. കാരണം ഒരിക്കലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആർക്കും അഹങ്കാരം പാടില്ല. നമുക്ക് ജനം ഒരു അവസരം തന്നെങ്കിൽ അത് ജനത്തെ സേവിക്കാനുള്ള അവസരമാണ്. അല്ല ജനങ്ങളോട് നമുക്ക് അഹങ്കാരത്തോടു കൂടി നമുക്കെല്ലാം നമ്മളാണ്, അതിനുശേഷം വേറെ ആരും ഇല്ല എന്നൊരു രീതി പാടില്ലല്ലോ. അതുകൊണ്ട് ഒരിക്കലും വരരുത് തന്നെയാണ് ആഗ്രഹം. എന്തായാലും വരണമെന്ന് താല്പര്യമില്ല. ഭരണമൊക്കെ ആകുമ്പോൾ മാറി മറിഞ്ഞൊക്കെ വരണം. ഇപ്പോഴത്തെ നല്ല ഭരണമല്ല നേറ്റ്. നമ്മളെ റോഡ് കിടക്കണുണ്ടല്ലേ, കണ്ടല്ല? ഈ റോഡ് കൊണ്ടാണ് ഭരണം നീറ്റാന്ന് പറയുന്നത്. ഇല്ല, നമ്മളെ റോഡെല്ലാം അങ്ങനെ തന്നെ. നേരെ താലൂക്കിലുള്ള എല്ലാം ഇങ്ങനെ തന്നെ കിടക്കണത്. നേരങ്കര താലൂക്ക് മാത്രമല്ല കേരളത്തിലുള്ള, ബാക്കി കേരളത്തിലെ എല്ലാ മേഖലകളും അടിപൊളിയാണ്. ഇവിടെ ഉള്ള കാര്യം മാത്രമല്ലേ പറയാൻ പറ്റും. നമ്മളെ അല്ല, വ്യവസായ സൗഹൃദമായി കേരളം 10 വർഷം കൊണ്ട് നല്ല രീതിയിൽ എല്ലാ മേഖലകളും ഡെവലപ്പ് ആയി എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത് പറയണത്. പക്ഷെ നമുക്കങ്ങനെ തോന്നിയിട്ടില്ല. ഇനി വീണ്ടും പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയായിട്ട് വരണമെന്നൊരു അഭിപ്രായം ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇനി വരുന്നവർ എന്ത് മാറ്റം കൊണ്ടുവരണമെന്ന് പറയുന്നത്? ഇനി പറഞ്ഞവര് എന്തൊരു മാറ്റം കൊണ്ടുവരായിരിക്കും. നീ ഇത് തന്നെ ചെയ്യും. അല്ല വേറെ വരുമ്പോൾ പ്രത്യേകിച്ച് അവർക്കൊന്നും ഇവിടെ ചെയ്യാനില്ല. എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഒരു കരയേറ്റവും ഇല്ല. കടം കൊണ്ടും നമുക്ക് ഒരു എഴുന്നേറ്റ് ഇതുവരെയും കിട്ടിയിട്ടില്ല. ഒരു സഹായവും ഇല്ല ഗവൺമെന്റിൽ നിന്ന്. ഇനി അടുത്ത് പിണറായി തന്നെ മുഖ്യമന്ത്രിയായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് ഒരു താല്പര്യമില്ല അയാളെ വിശ്വസിക്കാൻ. എന്ന് വെച്ചാൽ അല്പം അരി കിട്ടിയത് കൊണ്ടൊന്നും ആയില്ല. വീട്ടിലെ എല്ലാ ഭാരവും തീരില്ല. മക്കളുടെ പഠിത്ത കാര്യങ്ങളും ഓരോ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതയാണ് ഈ ലോകത്ത്. പാവങ്ങളെ പണം എവിടെ നിന്നൊക്കെ ഇളുത്ത് വലിക്കുന്നു, എവിടെ നിന്ന് അറിഞ്ഞൂടത്. ജനങ്ങളുടെ കഷ്ടപ്പാട്, പിന്നെ അക്രമം, അനീതി ഇല്ലാത്തത്, പിന്നെ മാത്രമല്ല ഈ സ്വർണ്ണ പ്രശ്നങ്ങൾ, സ്വർണം കള്ളക്കടത്ത്, ഇങ്ങനെയുള്ള പിന്നെ സമൂഹത്തിൽ കൂട്ടക്കൊലപാതകങ്ങൾ, ഇതൊക്കെ കണ്ട മനുഷ്യനൊരല്പം എന്തുകൊണ്ടാണ് ദയവ് ഉണ്ടാകുന്ന ഒരു വ്യക്തിയെങ്കിലും ആകണം വരേണ്ടത്. അതായത് സമൂഹത്തിൽ അനുഭവിക്കുന്ന ജനങ്ങളുടെ കഷ്ടത അല്പം മനസ്സിലാക്കണമെങ്കിൽ താണ നിലയിൽ നിന്ന്, താണ നിലയെന്ന് പറയുമ്പം അത് പിന്നെ സാമ്പത്തികമായി താണ നിലയെന്നല്ല, ഒരു അടക്കവും ഒതുക്കവും സമൂഹത്തെ മനസ്സിലാക്കുകയും വേദനയും മനസ്സിലാക്കുന്ന ഒരു ജനമായിരിക്കണം വരേണ്ടത്, ഭരണത്തിൽ വരേണ്ടത്. തന്നെ കൊല്ലത്ത് നടന്ന കൊലപാതകം കണ്ടില്ലേ? അത് ശരിക്കും പറഞ്ഞാൽ അത് നമ്മളെ നിയമം ശരിക്കും ശരിയല്ല. തെറ്റ് ചെയ്യണ അപ്പം ശിക്ഷ കൊടുക്കണം. അവന് ഉണ്മെല്ലാം ചെയ്തിരിക്കണം. 10 വർഷമല്ല 5 വർഷത്തിനപ്പുറം ഒരു പാർട്ടി ഇരിക്കരുത്. അവർക്ക് ദാരിദ്ര്യമില്ല, പക്ഷെ ദാരിദ്ര്യപ്പെടുന്നവർ സമൂഹത്തിൽ കിടക്കണം. അവരെ കാണാൻ ഇവർക്ക് കണ്ണുമില്ല. ഈ ദൂർത്തടിക്കുന്ന പണം എന്തുമാത്രം രൂപയാണ് ഇവർ വെറുതെ ദൂർത്തടിക്കുന്ന? ഇത്ര കോടി കോടിക്കണക്കിനല്ലേ. ഇതിൽ 1 കോടി ഉണ്ടെങ്കിൽ എത്ര സാധുക്കൾ രക്ഷപ്പെടും? ആ കോടി എന്തുകൊണ്ട് ആ സാധുത്വത്തെ കാണുന്നില്ല? അവർക്ക് ആർഭാടമായി അടിച്ച് പൊളിച്ചങ്ങ് ജീവിക്കണം. മനസ്സിലായില്ല? വണ്ടികൾ കോടിക്കണക്കിനുള്ള വണ്ടിക്കേ ഇവർ സഞ്ചരിക്കുള്ളൂ. കോടിക്കണക്കിന് പണം ഉപയോഗിച്ചാണ് അവർ വലിയ വലിയ പ്ലെയിനിൽ. കാരണം ഇവരൊക്കെ കൊണ്ടുവന്നതാണ് ഈ പ്ലെയിനും ഈ സമ്പത്തും ഒക്കെ ഇങ്ങനെ ലക്ഷറിയസ് ആയിട്ട് ജീവിക്കാൻ. അപ്പോൾ ഞങ്ങളുടെ സാധുക്കളെ പണം വാരി ഇവരെ അങ്ങ് അടിച്ച് പൊളിക്കുകയാണ്. മനസ്സിലായി? കാരണം അവർ വിചാരിക്കണം അവർ മാത്രമേ ജനമായിട്ടുള്ളൂ, സമൂഹത്തിൽ ജീവിക്കണം മനുഷ്യരെന്ന് പറഞ്ഞാൽ അവരാണ്, മറ്റാരും മനുഷ്യരല്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഈ സമൂഹത്തിൽ ഇങ്ങനെ ആർഭാടകരായിട്ടുള്ള ജീവിതത്തെ
അതിനെ നിലയ്ക്ക് നിർത്തിയേ പറ്റുള്ളൂ. കാരണം ഈ ആർഭാടം ഒന്ന് ഒതുക്കിയിട്ട്, അതുപോലെ മന്ത്രിമാരുടെ ശമ്പളങ്ങൾ, ഇവിടെ സാധുക്കൾ ഒരു MA-യും MSc-യും ഒക്കെ പഠിച്ചിട്ട് സാധുക്കൾക്ക് 10 രൂപ ഒരു 10 രൂപ ഗവൺമെൻറ് വരുമാനം ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. പക്ഷെ ആരാണ് ഇന്ന് ഉദ്യോഗത്തിലിരിക്കുന്നത്? അവർ വിദ്യാഭ്യാസമുള്ളവരല്ല. ചുരുക്കി പറയും, നല്ല നമ്മളെ നാടൻ ഭാഷയിൽ നല്ല ഭാഷയാണ് അവരെക്കുറിച്ച് പറയാനുള്ളത്. അവർക്ക് പണമുണ്ടോ? അവർക്ക് പണമൊന്നും ഇല്ലാത്തൊരു വിദ്യാഭ്യാസമുണ്ടോ? അവർക്ക് വിദ്യാഭ്യാസത്തിലല്ല ഇവർ കയറുന്നത്, ഇവർ തട്ടിക്കൂട്ടിലാണ് കയറുന്നത്. അതുകൊണ്ട് ഇന്ന് ജനത്തിന് ഭരിക്കാൻ അറിഞ്ഞൂടാ. വിദ്യാഭ്യാസമുള്ളൊരു വെളിയിൽ കിടക്കുകയാണ്. കഷ്ടപ്പെടുന്നവരും വിദ്യാഭ്യാസം അറിവുള്ളവന് സ്ഥാനമില്ല. ഇന്ന് സ്ഥാനമുള്ളത് ആരാണ്? രാഷ്ട്രീയക്കാർക്ക്, സമൂഹത്തിൽ കഴിവുള്ള എന്ന് വെച്ചാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ കഴിവുള്ളവർക്ക്, മറ്റുള്ളവരെ കൊലയും കൊലപാതകവും എന്തും ചെയ്യാൻ ധൈര്യമുള്ളവർക്കാണ് ഇന്നത്തെ സമൂഹത്തിൽ സ്ഥാനം കൂടുതൽ. ഇത്തരത്തിലുള്ള ഒരു ഭരണം നമ്മൾ ആരും ആഗ്രഹിക്കില്ല. സമൂഹം ആരും. നമുക്ക് പാർട്ടി ഇതൊന്നുമല്ല, നമുക്ക് ജീവിക്കണം. ഇന്ന് നിത്യോപയോഗ സാധനങ്ങൾക്ക് എന്തുമാത്രം വിലക്കയറ്റമാണ്. നമ്മൾക്ക് ഇനി എങ്ങനെ നമുക്ക് മരുന്നുകൾക്ക് വില, സാധാരണക്കാർക്ക് മരുന്നുകാർക്കും അവരെല്ലാം രോഗികളായി തീർന്ന് മരുന്നുകൾക്ക് ഇതെല്ലാ വിലയും. ആഹാര സാധനം ശരിക്കുള്ള ആഹാരം നമുക്കില്ല. കിട്ടുന്ന ആഹാരമോ വെറും മായം കലർത്തിയ ആഹാരം. ഈ മായം കലർത്താൻ മാറ്റാൻ ഇവർക്ക് കഴിയണില്ല. പ്ലാസ്റ്റിക് ചുരുക്കി പറഞ്ഞാൽ ഇതൊരു കൊച്ചു കടയാണ്. പ്ലാസ്റ്റിക് നിരോധനം എന്ന് പറയുന്നത് എവിടെയാണ് നിരോധനം നടത്തേണ്ടത്? കമ്പനികളിലാണ് ചെയ്യേണ്ടത്. ഈ വരണ എണ്ണയെല്ലാം മായം എവിടെയാണ് നിലനിർത്തേണ്ടത്? അതിന് വരെ ഇവർ കാണിക്കുന്ന സാധുക്കളെ നെഞ്ചത്താണ് ചവിട്ടി കയറുന്നത്. കാരണം നിങ്ങളെ കടയിൽ നിന്ന് ഒരു പ്ലാസ്റ്റിക് പേപ്പർ കണ്ടെത്തി കഴിഞ്ഞാൽ 10,000 രൂപ പെറ്റി സാധുക്കളെ. അല്ലാതെ ഇതൊക്കെ ചെയ്യുന്നവരെയൊന്നും ഇവർക്ക് കാണാനുള്ള കണ്ണില്ല. ഈ നിർധനരായ ആൾക്കാർ എവിടെയുണ്ട്? അവരെ കഴുത്തിനാണ് ഞെക്കണത്. അവർക്ക് പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിക്കാനും വയ്യ, മരിക്കാനും വയ്യ, എങ്ങോട്ട് ഓടണമെന്നുള്ള വേദനയും സമൂഹത്ത്. പിന്നെ ആർക്കെങ്കിലും എതിരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് ഭയങ്കര വമ്പ ഭീഷണിയായി വരും. നമ്മളെ സംബന്ധിച്ച് ഞങ്ങൾ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഉദ്യോഗ തലത്തിലും ചവിട്ടിക്കയറ്റാൻ അനുവദിക്കരുത്. വിദ്യാഭ്യാസം ആർക്കുണ്ടോ, യോഗ്യത ആർക്കുണ്ടോ, ജാതിയും മതവും നോക്കരുത്. വിദ്യാഭ്യാസം ആർക്കുണ്ടോ, അറിവ് ആർക്കുണ്ടോ, അങ്ങനെ ഉള്ളവരെ വേണം സമൂഹത്തിൽ ഉന്നതത്തിലെത്തിക്കാൻ. അപ്പോഴേ അവർക്ക് ഭരിക്കാനറിയാം. മറ്റവർക്ക് വിദ്യാഭ്യാസവും ഇല്ല, സമൂഹത്തിൽ എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിഞ്ഞൂടാ, അവർക്ക് ഭരിക്കാനും അറിഞ്ഞൂടാ. അവർ കാണുന്നത് ഇന്ന് ഏറ്റവും വലിയ ബംഗ്ലാവുകളിലും ഏറ്റവും വലിയ ഉന്നത തലത്തിൽ ജീവിക്കുന്നതാരോ അവരാണ് മനുഷ്യർ. മറ്റുള്ളവരൊക്കെ മൃഗങ്ങളെക്കാട്ടിലും അതമ്പതിച്ച ഒരു ജീവിതത്തിലാണ് നയിക്കുന്നത് ഇന്ന് സമൂഹം. അതുകൊണ്ട് ഇതിനെല്ലാം ഒരു മാറ്റം വരുമെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ വരാനായിട്ട് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നു. കറുത്തവനും വെളുത്തവനും എല്ലാ മനുഷ്യർക്കും ജീവിക്കണം. അവരുടെ അവകാശമാണ് ഈ ഭൂമി ആരുടെയും കുത്തകയല്ല. ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ഞങ്ങളുടെ വസ്തുക്കളിൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവകാശപ്പെട്ടെടുത്ത് ജീവിക്കാൻ ജസ്റ്റ് ഒരു പെർമിഷനെങ്കിലും ഞങ്ങൾക്ക് തരണം. ഇവർ ഉപദ്രവിക്കരുത്. ഞങ്ങൾക്കിപ്പം ജാതിയും മതമൊന്നും ഇവിടെ എടുക്കേണ്ട കാര്യമില്ല. കാരണം മനുഷ്യരെല്ലാം ഒരുപോലെയാണ്. ഇങ്ങനെ കാണുന്ന ഒരു സമൂഹം ഭരണത്തിൽ വരുമെങ്കിൽ ഏറ്റവും സന്തോഷം. ഇത് ഞങ്ങളുടെ ആഗ്രഹം. ഇത്രയും കുടുംബങ്ങളുണ്ട്, എത്രയും കുടുംബങ്ങൾ ചെറ്റപ്പോരെ കിടക്കുന്നത്. അവർക്ക് വേണ്ടി ഈ കോടികൾ വാങ്ങിക്കുന്നവർ, സിനിമാ നടന്മാർ കോടികൾ വാങ്ങിക്കണം. അവർക്കൊക്കെ എന്തോന്ന് ജീവിതമാണ്. അവർ മാത്രം സൂചിച്ചാൽ ഈ പിന്നോക്കിട്ട് തിരിഞ്ഞു നോക്കണം. അവർ വന്ന വഴി മറക്കരുത്. സ്ഥിരം ഭരണം മാർക്കം നല്ലതല്ല. എന്നും എനിക്ക് അധികാരം ഉണ്ടെങ്കിൽ ഈ നാട് നന്നാവില്ല. മാറി വരണം. ചേട്ടാ, എങ്ങനെയാണ് പിണറായി ഇനിയും വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? എന്താണ് ഇപ്പോഴത്തെ ഭരണത്തെക്കുറിച്ച് പറയാനുള്ളത്? ഒരിക്കലുമില്ല. പിണറായി സർക്കാർ 10 വർഷം ഭരിച്ച് ഇന്ന് നമ്മുടെ കേരളത്തിന് സാഹചര്യം, ഇന്നത്തെ സമൂഹത്തിൻ്റെ പോക്കും വളരെ മോശമാണ്. പിന്നെ സംസ്ഥാന സർക്കാരിൻ്റെ മന്ത്രിമാരുടെ മോശമായ പ്രവർത്തനങ്ങൾ, ഇത് സർക്കാരിനെതിരെ ഒരു പൗരനെന്നുള്ള രീതിയിൽ ഇന്ന് പാവപ്പെട്ട പ്രവർത്തകന് ഒരു സമരം ചെയ്യാനോ ഒരു കരിങ്കൊടി കാണിക്കാനോ പറ്റാത്ത അവസ്ഥ, സമൂഹത്തിലൊരു തെറ്റ് കണ്ടാൽ അതിനെ പ്രതിഷേധിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. പിന്നെ അത് പോയിട്ട് എല്ലാവരുടെ ധാർഷ്ട്യമാണ്. പോലീസ് സ്റ്റേഷനിലായാലും ഒരു സാധാരണപ്പെട്ട ഒരു പ്രവർത്തകന് അവൻ്റെ പരാതിയുമായിട്ട് പോകാൻ കഴിയുന്നില്ല. അവിടെയും അവരുടെ പാർട്ടിയും അവിടെ പിന്നെ DYFI എന്നൊക്കെ ഉള്ള അവരുടെ ശക്തി, അവരുടെ ഭരണം അവരുടെ കയ്യിലായതുകൊണ്ട് അവർ ആ ശക്തി ഉപയോഗിച്ച് പല സാധാരണക്കാരെയും അവരെ ശക്തി ഉപയോഗിച്ച് അവർ ഉപദ്രവവും പിന്നെ പോലീസ് എന്നുള്ള ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഇപ്പം ആഭ്യന്തരം കൂടെ മുഖ്യമന്ത്രിയുടെ കയ്യിലായതുകൊണ്ട് അതും അവർ കയ്യേറി അതിൽ കൂടെ പാർട്ടിക്കാർ തന്നെ അതിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇപ്പോൾ. ഒരിക്കലും പിണറായി സർക്കാർ ഇനി വരരുതെന്ന് എൻ്റെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ BJP ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ അവർ അടിസ്ഥാനപരമായിട്ട് അവർ പ്രവർത്തനം മെച്ചപ്പെടുത്തി കൊണ്ടുവരികയാണ്. എങ്ങനെ പോയാലും BJP ഒരു 10-20 സീറ്റ് ഇവിടെ പിടിക്കാൻ സാധ്യത ഉണ്ട്. BJP വളരാനായിട്ട് ഇത്രയും വലിയൊരു അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഒരുക്കി തന്ന്
BJP പ്രവർത്തകർക്ക് ഇത്രയും വലിയൊരു പോസിറ്റീവായിട്ട് BJP കേരളത്തിൽ വളരും, BJP കേരളത്തിൽ അധികാരത്തിൽ എത്തും എന്നുള്ളൊരു ആ ഒരു സംവിധാനം ഒരുക്കി തന്നത് പിണറായി വിജയനാണ്. അതിനും പിണറായി വിജയൻ്റെ കൂടെ നമുക്ക് ഒരുപാട് നന്ദിയും കടപ്പാടുമുണ്ട്.